ഹായ് ഗൈസ്, അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ തമ്പനെയിലും പ്രിവ്യൂയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോയിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എഫക്റ്റ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. അതിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കളറ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ മതി. ഇങ്ങനെ കളർ ചേഞ്ച് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസ് വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കളർ ചേഞ്ച് വീഡിയോ ആണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ആദ്യം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന PIP എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീഡിയോ ആഡ് ചെയ്യാം. നമ്മൾ ഏത് വീഡിയോ നിന്നാണോ ഡ്രസ്സ് കളർ ചേഞ്ച് ആക്കേണ്ടത് ആ വീഡിയോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് സ്ക്രീനിൽ ഫുള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ക്രോമാക്കി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കളറാണല്ലോ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ യെല്ലോ കളറിൽ ഈ പോയിൻ്റർ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഏകദേശം ആ യെല്ലോ കളർ ഇങ്ങനെ തീരുന്നവരെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ വല്ലാതെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആകെ കൂടെ കളറാവും. അപ്പോൾ ഞാനൊരു 60 വെക്കുകയാണ്. എന്നിട്ട് ഷാഡോ മാക്സിമം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഏത് വീഡിയോയുടെയും കളർ ചേഞ്ച് ചെയ്യാം. വീഡിയോ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്.